ഗൾഫ് കടലിലെ കപ്പൽ പാതകളിൽ അമേരിക്ക നടത്തുന്ന കടൽക്കൊള്ള ഇനിയും തുടർന്നാൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വലിയ സംഘർഷാന്തരീക്ഷമാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ കടലിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ജലപാതകളിൽ അമേരിക്ക നിയമം ലംഘിച്ച് ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിനും അവയിലെ ചരക്കുകൾ കണ്ടുകെട്ടുന്നതിനും എതിരെയാണ് ഇറാൻ ഇപ്പോൾ വാളെടുത്തിരിക്കുന്നത്. പ്രസ് ടിവിയെ ഉദ്ധരിച്ച് ഇറാൻ സേന പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം നാവിക ഉപരോധം പ്രായോഗികമായും മുൻ മാതൃകകളില്ലാത്ത വിധവും നേരിടാൻ അവർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് വെറും വാക്കല്ല, കളിയാണെന്ന് കരുതി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തമായ സൂചനയാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ ഈ നടപടികൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇത് ആഗോള ഊർജ്ജ സുരക്ഷയെ പോലും അപകടത്തിലാക്കുകയാണെന്നും ഇറാൻ രൂക്ഷമായി വിമർശിച്ചു. നയതന്ത്ര ചർച്ചകൾക്ക് ഒരു അവസരം നൽകാനാണ് ഇതുവരെ അവർ സംയമനം പാലിച്ചതെന്നും അതുകൊണ്ടാണ് ഒരു പരിധി വിട്ട പ്രതികരണത്തിലേക്ക് ഇറങ്ങാതിരുന്നതെന്നും ഇറാൻ വിശദമാക്കുന്നുണ്ട്. എന്നാൽ ആ സംയമനത്തിന് ഇപ്പോൾ പരിധിയിട്ടിരിക്കുകയാണ്. തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അമേരിക്കൻ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനും സൈനികമായും നിയമപരമായും എല്ലാ വഴികളും തേടുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടലിൽ വെച്ച് തങ്ങളെ തടയാൻ ശ്രമിച്ചാൽ കരമാർഗവും നേരിടാൻ തങ്ങൾക്കാകുമെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സംഘർഷത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് ഇറാനിൽ ഭരണ അട്ടിമറിക്ക് അമേരിക്ക ശ്രമിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ MP ഗാലിബാഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്ഫാനിൽ സേനയെ ഇറക്കാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും അത് ദയനീയമായി പരാജയപ്പെട്ടുവെന്നും ഗാലിബാഫ് വെളിപ്പെടുത്തി. പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശക്തമായ തീരുമാനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടൺ ഈ പ്രകോപനപരമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോക വ്യാപാര പാതകളെയും പ്രാദേശിക സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്നും അത് അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നും ഇറാനിയൻ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ കളിയിൽ തോൽക്കുന്നത് അമേരിക്കയാകുമെന്ന വ്യക്തമായ സൂചന. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ നടപടിയെ പ്രതിരോധിച്ച് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് രംഗത്ത് വന്നിരുന്നു. US കോൺഗ്രസിലാണ് പീറ്റ് ഹെഗ്സത്തും പെന്റഗൺ നേതൃത്വവും സൈനിക നടപടിയെ പ്രതിരോധിച്ചുള്ള വാദങ്ങൾ ഉയർത്തിയത്. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് കടുത്ത ചോദ്യങ്ങളാണ് US കോൺഗ്രസിൽ പീറ്റ് ഹെഗ്സത്ത് നേരിട്ടത്. യുദ്ധം എന്തിനായിരുന്നുവെന്നാണ് ജനപ്രതിനിധികൾ ചോദിച്ചത്. ഇഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിയോഗികൾ ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളുമാണെന്നാണ് പീറ്റ് ഹെഗ്സത്ത് US കോൺഗ്രസിൽ ആരോപിച്ചത്. ക്യാപിറ്റോൾ മന്ദിരത്തിൽ പീറ്റ് ഹെഗ്സത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെ നടന്നിരുന്നു.